ഹേ ഗായ്സ്, അങ്ങനെ സൂപ്പർ ഗേൾ കണ്ടു. അതായത് നമ്മുടെ ഡി സി സിനിമാറ്റിക് യൂണിവേഴ്സിലെ രണ്ടാമത്തെ സിനിമയാണ് നമ്മുടെ സൂപ്പർ ഗേൾ എന്ന് പറയുന്നത്. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ നമ്മുടെ കോറൻസെറ്റിനെ സൂപ്പർമാനാക്കി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ സൂപ്പർമാൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഇനി ഡി സി യൂണിവേഴ്സിനകത്ത്, അതായത് ഡി സി സിനിമാറ്റിക് യൂണിവേഴ്സിനകത്ത് പുതിയ യൂണിവേഴ്സിൽ ഇനി ബാറ്റ്മാൻ്റെ സിനിമ വരാനിരിക്കുന്നത്. ബാറ്റ്മാൻ്റെ പുതിയ പാർട്ട്, പിന്നെ ഗ്രീൻ ലാൻഡൻ്റെ സീരീസ്, വണ്ടർ വുമൺ, പിന്നെ മാൻ ഓഫ് ടുമാറോ, സൂപ്പർമാൻ്റെ അടുത്ത സിനിമ, അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ജെയിംസ് ഗണ്ണാണ് അപ്പോൾ നമ്മുടെ ഡി സിയുടെ പുതിയ ഹെഡ് എന്ന് പറയുന്നത്. ജെയിംസ് ഗൺ തന്നെയാണ് നമ്മുടെ മാർവലിൻ്റെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി എല്ലാം സംവിധാനം ചെയ്യുന്നതും. അപ്പോൾ പുള്ളി ഡി സി സിനിമാറ്റിക് യൂണിവേഴ്സിനെ ഫുള്ളി അങ്ങോട്ട് റീബൂട്ട് ചെയ്തു. റീബൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരേക്ക് പുള്ളിക്കാരനെ എടുത്ത് മാറ്റി. അതായത് പുള്ളി പറയുന്നത് കേൾക്കാതെയും പുള്ളിയുടെ താഴെ കീഴെ നിൽക്കാത്ത ആൾക്കാരെയും, ഇൻക്ലൂഡിങ് ദ ഹെൻറി കാവിൽ, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, പുള്ളീനെ ഉൾപ്പെടെ എടുത്ത് മാറ്റിയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന പുതിയ യൂണിവേഴ്സാണ് ഇത്. അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് സിനിമയാണ് നമ്മുടെ സൂപ്പർ ഗേൾ. ഇത്രയൊക്കെ ചെയ്തിട്ടും, അതായത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൻറി ക്യാവിലിനെ പോലെ അത്രയും ലെഗസി ഉള്ള ഒരാൾ, ഫാൻ ബേസ് ഉള്ള ആൾ, അത്രയും സ്റ്റാർ വാല്യൂ ഉള്ള ആൾ, അതായത് നമ്മുടെ ബ്ലാക്ക് ആഡ് ഇറങ്ങി ബ്ലാക്ക് ആഡത്തിന് എൻഡ് ക്രെഡിറ്റിനകത്ത് നമ്മൾ ഹെൻറി ക്യാവിൽ തിരിച്ചു വരും എന്നൊക്കെ ഡെയിൻ ജോൺസൺ അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ബ്ലാക്ക് ആഡം സിനിമയൊക്കെ വന്നത്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹോപ്പ് ഉണ്ടായിരുന്നു ഇനി അതൊക്കെ നടക്കും. പക്ഷേ അതെല്ലാം ഒരു സിനിമ തന്നെ അതിന് വേണ്ടിയിട്ട് ഇറക്കി അടിപൊളിയാക്കാൻ തിരിച്ച് ഹെൻറി ക്യാവിൽ ബാക്ക്, അങ്ങനെ എല്ലാം പുതിയ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടം വരെ എത്തിച്ചിട്ട് ഇതെല്ലാം ഫുള്ളി എടുത്ത് മാറ്റി റീബൂട്ട് ചെയ്തിട്ട് ജെയിംസ് ഗൺ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം അങ്ങനെ എടുത്തു വെച്ചാണ് സിനിമ. സൂപ്പർമാൻ കുഴപ്പമില്ല, അത്യാവശ്യം കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ എന്ന് പറഞ്ഞ പോലെ സൂപ്പർമാൻ, ഒരു ഇവിളിഷ്, ഒരു ഡാർക്ക് ഷെയ്ഡുള്ള സൂപ്പർമാൻ അല്ലാതെ ഒരു ഹോപ്പ്, സ്റ്റാൻഡ്സ് ഫോർ ഹോപ്പ്, അങ്ങനത്തെ ഒരു ടൈപ്പ് കോമിക് ആക്യുറേറ്റ് സൂപ്പർമാനാണ് നമ്മുടെ കോൺസെപ്റ്റിൻ്റെ പുതിയ സൂപ്പർമാൻ. പക്ഷെ അതൊക്കെ ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മൾ ഈ സിനിമ തിയേറ്ററിൽ കാണാൻ പോകുന്നത് ഇത് കോമിക് ആക്യുറേറ്റ് ആണോ എന്നൊക്കെ നോക്കാനല്ല. പക്ഷെ നമുക്ക് ഒരു തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഒരു സാറ്റിസ്ഫൈങ്, ഓരോ മൂമെൻറ്റിലും ഒരു എക്സൈറ്റ്മെൻറ്റ്, ഇമോഷണൽ കണക്ഷൻ, ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഇത് കോമിക് ആക്യുറേറ്റ് ആണോ, ഓക്കെ ആയിക്കോട്ടെ, കോമിക് ഫാൻസിന് അതെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ ഒരു ആവറേജ് ഓഡിയൻസ്, ഒരു നോർമൽ ഓഡിയൻസിനെ സംബന്ധിച്ച് കോമിക്സൊക്കെ നോക്കി പോവാതെ ഒരു എന്താ പറയുക, നമ്മളൊരു സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു 2 hours ഓഫ് എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ നോക്കി പോകുന്നവരെ സംബന്ധിച്ച് ഒട്ടും സാറ്റിസ്ഫൈങ് അല്ല ഈ സൂപ്പർ ഗേൾ എന്ന് പറയുന്ന സിനിമ. ട്രെയിലറിൽ കണ്ടതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും തന്നെ ഈ സിനിമയിനകത്തില്ല. ആ കൂടി ഇതിനകത്തൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ലോബോയാണ്. ലോബോ എന്തായാലും തകർത്തിട്ടുണ്ട്. ലോബോനെ കാണിക്കുന്ന സീനെല്ലാം ഫണ്ണായിരുന്നു. അതായത് പിന്നെ ആ കാസ്റ്റിംഗ് പെർഫെക്റ്റ് ആണ്. അതായത് ജേസൺ മോമോസ് ലോബോ, അത് ശരിക്കും പറഞ്ഞാൽ കോമിക് ആക്യുറേറ്റ് ആണ്. അതെന്തായാലും നന്നായി. ആ കൂടി കോമിക് ആക്യുറേറ്റ് ആയതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജെയിംസൺ മോമനെ ലോബോ ആയിട്ട് കിട്ടി. അതെന്തായാലും ഫണ്ണായിരുന്നു. പുള്ളി വരുന്ന പുള്ളിയുടെ ഇൻട്രഡക്ഷൻ തൊട്ട് അവസാനം വരെ അതെല്ലാം ഫണ്ണാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനകത്തൊരു എൻ്റർടൈനിങ് ആയിട്ടൊന്നുമില്ല, ഒന്നും നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുന്നില്ല. ഫൈറ്റിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഫൈറ്റാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അങ്ങോട്ട് ഇമോഷണലി കണക്ട് ചെയ്യുന്നില്ല, നമ്മളെ എക്സൈറ്റഡ് ആക്കി. ഇപ്പോൾ നമ്മുടെ മാർവൽ ഇങ്ങനെ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തെന്ന് അറിയില്ല, ഓരോ ക്യാരക്ടറിലൂടെ പല ക്യാരക്ടറിലൂടെ അത് പല പല വർഷങ്ങളെടുത്താണ്. ഒറ്റ ദിവസം കൊണ്ട് ഈ ജെയിംസ് ഗൺ ഇപ്പോൾ ചെയ്യണം, ഒറ്റ നിമിഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതെന്നല്ല, അത് പല പല വർഷങ്ങളിലൂടെ പല പല ക്യാരക്ടേഴ്സിലൂടെ അവരെല്ലാം കണക്ട് ചെയ്ത് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സമയം ഒന്നുമില്ല. അതൊന്നും പോരാണ്ട് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ റൺ ടൈം ഉണ്ടോ, അതാണ് ഏറ്റവും വലിയ കോമഡി. അതായത് ഒരു പുതിയ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അത് ആ ക്യാരക്ടറിൻ്റെ ഒറിജിനാണോ അതല്ല. ഈ ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് ഈ ക്യാരക്ടറായിട്ട് നമ്മളൊന്ന് കണക്റ്റഡ് ആവണമെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഇമോഷണൽ കണക്ഷൻ വരണമെങ്കിൽ ഈ ക്യാരക്ടറിൻ്റെ ഒറിജിൻ എന്താണെന്ന് പറയണം, അതൊക്കെ വരണം. പക്ഷേ ഇതൊന്നും കാണിക്കാതെ ചുമ്മാ ഡയറക്റ്റ്ലി ഈ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. കാരണം അടുത്തൊരു സിനിമ എടുക്കുമ്പോൾ ഈ ക്യാരക്ടറിനെ ഇതിനകത്ത് കാണിക്കണമല്ലോ. അപ്പോൾ അതിന് മുമ്പ് ഈ ക്യാരക്ടർ എന്താണെന്നൊക്കെ അറിയിക്കാൻ വേണ്ടി എടുത്തേണ്ട ഒരു സിനിമയാണിത്. പക്ഷേ ഒറിജിൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമ എടുക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് കുറച്ചുകൂടെ റൺ ടൈം കൊടുത്തിട്ട് കുറച്ചുകൂടെയും എന്താണ് പുള്ളിക്കാരുടെ സ്റ്റോറി, ബാക്ക് സ്റ്റോറിയെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ച് നമ്മളൊന്ന് ഇമോഷണലി കണക്ട് ചെയ്തിട്ട് ഈ സ്റ്റോറി മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആണ്. അറ്റ്ലീസ്റ്റ് മൊത്തത്തിൽ സിനിമ കുറച്ച് വളരെ പോരായ്മയുള്ള സിനിമയാണെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ച് കണക്ഷനിലും കിട്ടിയത്. കാരണം ഇനി വരാൻ പോകുന്ന സിനിമകളെങ്കിലും കുറച്ച് നമുക്ക് ഈ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് ഇമോഷണലി കണക്റ്റഡ് ആകാൻ സാധിച്ചില്ല. പക്ഷേ ഇതൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താ നമ്മൾ ട്രെയിലറിൽ കണ്ട അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പ്രത്യേകിച്ചിനകത്തില്ല. നമ്മുടെ സൂപ്പർമാനകത്ത് അവസാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂപ്പർമാനകത്ത് മെയിൻ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ സിനിമ, എനിക്ക് തോന്നുന്നു ആ സിനിമ സക്സസ് ആവും, ബോക്സ് ഓഫീസിൽ നല്ല കളക്ഷൻ കിട്ടി കേട്ടോ. പക്ഷേ അതിനകത്തൊരു കാരണം എനിക്ക് തോന്നുന്നു മറ്റേ ക്രിപ്റ്റോൻ്റെ ഒരു ഫാക്ടർ കൂടെ ഉണ്ട്. ഒരു ഡോഗ് ഒരു സിനിമയിലോട്ട് വരുമ്പോൾ എത്രത്തോളം ഇത് സൂപ്പർമാനാണ് ഞാൻ ഡോഗൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യണമെന്ന് ഓർമ്മയാണ്. പക്ഷേ എന്നാലും ഡോഗായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, ഡോഗ് ഉള്ളതുകൊണ്ടുള്ള ഒരു ഡോഗ് ഇമ്പാക്റ്റ്,
ആ ആ ഒരു എലമെൻ്റാണ് ഞാൻ പറയുന്നത്. വെച്ചാൽ ക്രിപ്റ്റോന സിനിമയിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ക്രിപ്റ്റോനെ പോയി രക്ഷിക്കാനൊക്കെ പോകണം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓഡിയൻസിന് നല്ലത്തോളം എക്സൈറ്റിംഗ് ആയിരുന്നു നമ്മുടെ സൂപ്പർമാനത്. പിന്നെ നമ്മുടെ സൂപ്പർമാൻ്റെ ആ സിനിമ അവസാനിക്കുന്ന സമയത്ത് വെച്ചാൽ എൻഡ് ക്രെഡിറ്റിനകത്ത് നമ്മുടെ സൂപ്പർ ഗേൾ ഒന്ന് നമ്മുടെ ക്രിപ്റ്റോനെ തിരിച്ചു കൊണ്ടു. കാരണം ആ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ ഡോഗ് എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ ഗേളിൻ്റെയാണ്. അപ്പം ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തും അത് തന്നെ അതേപോലത്തെ സംഭവം തന്നെ നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കഴിക്കണം. ട്രെയിനകത്ത് ക്രിപ്റ്റോ അങ്ങനെ വയ്യാത്തവണ്ണം കിടക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഇതിൽ വെച്ചാൽ നമ്മുടെ സൂപ്പർ ഗേളിന് ഒരു പർപ്പസും ഇല്ല, ചുമ്മാ അങ്ങനെ നടക്കണം, പ്രത്യേകിച്ച് ഒരു പർപ്പസും ഇല്ല. അപ്പോൾ പുള്ളിക്കാരി ക്രിപ്റ്റോണിയനാണ്, സൂപ്പർ ഗേളാണ്, ഭയങ്കര സ്ട്രോങ് ആണ്, അതിനകത്തൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി യെല്ലോ സണ്ണുള്ള സ്ഥലത്താണ് പുള്ളിക്കാരി ജീവിക്കുന്നത്. പുള്ളിക്കാരിക്ക് ഒട്ടും അഫക്റ്റ് ചെയ്യില്ല, പുള്ളിക്കാരി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ പുള്ളിക്കാരുടെ മേത്തൊരു സ്ക്രാച്ച് വരുത്താൻ പോലും ആർക്കും പറ്റില്ല. അത്രയും സ്ട്രോങ്ങും പവർഫുള്ളുമാണ് സൂപ്പർമാൻ. അതായത് ക്രിപ്റ്റോണിയൻസ് എന്ന് വെച്ചാൽ അത്രയും പവർഫുള്ളാണ്, അതറിയാലോ. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു പർപ്പസ് ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ വെറുതെ നടക്കണം. അതായത് പുള്ളിക്കാരിക്ക് കുടിച്ച് എന്താ പറയുക, കുറച്ച് ഡ്രങ്കാഡൊക്കെ ആയിട്ട് അങ്ങനെ നടക്കണം. അപ്പോൾ അതിനെന്തായാലും യെല്ലോ സണ്ണിൽ പറ്റില്ല, കാരണം അത്രയും പവർഫുള്ളാണല്ലോ. മദ്യമൊന്നും കുടിച്ച് കഴിഞ്ഞാൽ അഫക്റ്റ് ചെയ്യാത്തതുകൊണ്ട് പുള്ളിക്കാരി കുടിക്കുന്നതിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി പുള്ളിക്കാരി റെഡ് സണ്ണിലോട്ട് പോകും. അതാണ് ഇതിനകത്ത് മെയിൻ ഒരു സംഭവം. അതിനകത്ത് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് റെഡ് സണ്ണിലുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ്. അതായത് റെഡ് സണ്ണിൽ മാത്രമാണ് പുള്ളിക്കാരി വൾണറബിൾ ആവുന്നതും പുള്ളിക്കാരിക്ക് പവറില്ലാത്ത ഒരു കണ്ടീഷൻ വരുന്നു. അങ്ങനെയുള്ള കണ്ടീഷനിൽ മാത്രമാണ് പുള്ളിക്കാരി കുടിച്ച് കഴിഞ്ഞാൽ ഏക്കുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ വെളിവില്ല ബോധമില്ലാതെ അങ്ങനെ നടക്കണം. അങ്ങനത്തെ ഒരു പർപ്പസ്ലെസ് ക്യാരക്ടറാണ് ഇതിനകത്ത് സൂപ്പർ ഗേൾ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു പർപ്പസ് കൊടുത്ത് ആക്കുന്ന അതൊരു അങ്ങനെയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊന്നും മര്യാദയ്ക്ക് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. അപ്പോൾ ഈ റെഡ് സൺ എന്നുള്ള സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ സൂപ്പർ ഗേൾ വേറൊരു കുട്ടീനെ പരിചയപ്പെടുന്നു. ആ കുട്ടിയുടെ പാരൻസിനെ ഇതിനകത്ത് വില്ലൻ കൊല്ലുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇതിന് റിവെഞ്ച് എടുക്കാനായിട്ട് പോകുന്നു. അതാണ് ഇതിനകത്ത് ഒരു കഥ എന്ന് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ലോബോ ഒക്കെ വരുന്നത്. അപ്പോൾ ആ കുട്ടി ഇവളുടെ അടുത്ത് സഹായം ചെയ്യും, റിവെഞ്ച് എടുക്കാൻ സഹായിക്കുമെന്ന് ചെയ്യും. അപ്പോൾ ഇവൾ ഒരു പർപ്പസ്ലെസ് ക്യാരക്ടറാണല്ലോ. അത് മാത്രമല്ല സൂപ്പർമാനല്ല, സൂപ്പർ ഗേളാണ്. അപ്പോൾ പുള്ളിക്കാരി ഇല്ല പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷേ പിന്നീട് പുള്ളിക്കാരിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് പണി കിട്ടും. അപ്പോൾ അങ്ങനെ റിവെഞ്ച് ചെയ്യാനായിട്ട് പോകുന്നതാണ് ഇതിനകത്ത് ബാക്കി നടക്കുന്ന സംഭവങ്ങളെന്ന് പറയുന്നത്. ബാക്കി ഇവൻസ് ഫുള്ളതാണ് അതിൻ്റെ പിന്നാലെ നടക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ലോബോ വരുന്നു. ലോബോ വരുമ്പോൾ തൊട്ട് ലോബോ നല്ല ഫണ്ണാണ്. പക്ഷേ ലോബോ വരുന്നതുകൊണ്ട് ഫുള്ളി ഒറ്റ ക്യാരക്ടർ കൊണ്ട് ഫുള്ളി മാറ്റാൻ പറ്റില്ല. കാരണം ലോബോവും ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. പിന്നെ ലോബോ ആയിട്ട് നമ്മളിപ്പോൾ സിനിമാറ്റിക് യൂണിവേഴ്സിൽ കണക്റ്റഡ് അല്ല. കാരണം ലോബോ വരുന്ന സംഭവങ്ങളെല്ലാം ഫണ്ണാണ്, എൻ്റർടൈനിങ് ആണ്. പിന്നെ കോമിക് ഫാൻസിനൊക്കെ ആണെങ്കിലും DC ഫാൻസിനൊക്കെ ആണെങ്കിലും ഒരു ട്രീറ്റ് പോലെ. പക്ഷേ അവർ ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ കാത്തിരുന്ന ഒരു ക്യാരക്ടറാണ് ലോബോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അതെല്ലാം ഫണ്ണാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ വില്ലനാണ്. അതായത് ഇപ്പുറത്ത് നിൽക്കുന്ന സൂപ്പർ ഗേളാണെന്ന് ഓർക്കണം കേട്ടോ. അതായത് ക്രിപ്റ്റോണിയൻ, അത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറിന് ഒരു ഇത്രയും പവർഫുൾ ആയിട്ടൊരു വില്ലനെ കൊടുക്കുന്നതിന് അവർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർമാൻ്റെ സിനിമയിൽ അതുപോലെ തന്നെ. അതായത് സൂപ്പർമാൻ്റെ ഒപ്പം നിന്ന് അടിക്കാൻ അത്രയും പവർഫുൾ ആയിട്ടൊരു വില്ലനെ കൊണ്ടുവരാൻ വേണ്ടി എന്താ ചെയ്യുന്നത്, അതായത് നമ്മുടെ ഹീറോനെ നെർഫ് ചെയ്യുക. എല്ലാ സിനിമയിലും അത്രയും ബോറിംഗ് ആയിട്ടുള്ളൊരു പരിപാടി വേറെ, അത് കണ്ട് മടുത്തു. അതായത് അത്രയും വലിയൊരു വില്ലനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്തിരുന്ന് എന്തെങ്കിലും ഐഡിയ കണ്ടെത്തിയിട്ട് ചെയ്യാം. അല്ലാണ്ട് എല്ലാ സിനിമയിലും ഇത് തന്നെ. അതായത് ഹീറോനെ വീക്കാക്കുക. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രയും പവർഫുൾ ആയിട്ടുള്ള വില്ലനെ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോനെ അങ്ങോട്ട് നെർഫ് ചെയ്യാം. കാലങ്ങൾക്ക് ശേഷം സൂപ്പർ ഗേളിനെ പോലൊരു ക്യാരക്ടറിനെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ്, ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ലെറ്റ് ഹർ ബി ഇൻ ഫുൾ പവർ. നിങ്ങൾ അത്രയും വലിയൊരു വില്ലനെ ക്രിയേറ്റ് ചെയ്യുക. അതിന് വരെ നിങ്ങൾ എന്നാൽ പിന്നെ ഞാൻ കുറച്ച് ക്രിപ്റ്റോണൈറ്റ് എടുത്ത് കാണിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് റെഡ് സണ്ണിൽ കൊണ്ടിട്ട് ഫൈറ്റ് ചെയ്യും, അതാവുമ്പോൾ നമുക്ക് സൂപ്പർ ഗേളിനെ ഈക്വൽ ആക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാതെ അതിന് പോരാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ടെറിഫൈങ് ആയിട്ടുള്ള വില്ലനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് എടുക്കണം. അല്ലാണ്ട് ഇങ്ങാതിരി കൂടത്തെ കാണിക്കരുതെന്നാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങളൊരു DC ഫാനാണ്, നിങ്ങൾക്ക് ലോബോനെ സ്ക്രീനിൽ കാണണം, സൂപ്പർ ഗേളെ സ്ക്രീനിൽ കാണണം എന്ന് മാത്രമാണ് പർപ്പസെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. വെറുതെ കണ്ടിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. പ്രത്യേകിച്ച് ഒരു എക്സൈറ്റിംഗ് ഫാക്ടറൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചുമ്മാ ഇവരെല്ലാം സ്ക്രീനിൽ കാണണം. ഇനി ബാക്കി വരുന്ന സിനിമകളെല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോയി കാണാം. അല്ലാതെ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാണാനുള്ളൊരു എക്സൈറ്റിംഗ് ഫാക്ടറും ഒരു സ്റ്റോറിയോ പ്രത്യേകിച്ച് ഒന്നും ഈ സിനിമയില്ല. പിന്നെ ആ കൂടി നമുക്ക് ക്രിപ്റ്റോനെ കണ്ടുകൊണ്ടിരിക്കാം. ഇനി ഈ സിനിമയ്ക്ക് ശേഷം ക്രിപ്റ്റോ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് കൂടി ഒരു അക്കൗണ്ട് കൂടി കഴിഞ്ഞാൽ ജെയിംസ് ഗണ്ണേക്കാളും കൂടുതൽ ഫോളോവേഴ്സ് എനിക്ക് തോന്നുന്നു ക്രിപ്റ്റോന് കിട്ടുന്നതാണ്. ക്രിപ്റ്റോ സൂപ്പർമാനായാലും സൂപ്പർ ഗേളിനായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ തന്നെയാണ് കേട്ടോ. ഡോഗ് ലവർ. അതുകൊണ്ടാണ് എനിക്ക് ഇനി തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാൻ ഓഫ് ടുമോറോ സിനിമ വരുമ്പോൾ സൂപ്പർ ഗേൾ പിന്നെയും
ഡോവിനെ കൊണ്ടുപോയി നമ്മൾ ക്രിപ്റ്റോനെ കൊണ്ടുപോയി സൂപ്പർമാൻ കൊടുക്കും. ഇനി അത് വെച്ചിട്ട് കഥ വരും. അങ്ങനെ ആവലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി തന്നെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് ഈ സിനിമേനെ പറഞ്ഞ് പറഞ്ഞാൽ ഒരു 5.5 ഔട്ട് ഓഫ് 10 അത്രേ ഉള്ളൂ. അതിൻ്റെ മുകളിലോട്ട് ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ഒന്നും ഈ സിനിമയിനകത്തില്ല. പിന്നെ ലൈറ്റിംഗ് കണ്ടീഷൻസ് എല്ലാം വളരെ മോശമായിട്ട് തോന്നി. VFX ഒന്നും കുഴപ്പമില്ല, പക്ഷേ അത്രയും ഭീകരമായ VFXോ സംഭവങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു എന്തോ ആവറേജ് കണ്ടീഷൻസിൽ ഫൈറ്റ് ചെയ്യുന്നു അങ്ങനെ തോന്നിയത്. എന്താ പറയണത്, ബാക്കി വിഷ്വൽ ഇമ്പാക്റ്റ്, വിഷ്വൽ ട്രീറ്റ് അതൊന്നും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഒരു 1.25 മണിക്കൂർ 1.49 മിനിറ്റ്സാണ് റൺ ടൈം, പക്ഷേ 1:45 മിനിറ്റാണ് സിനിമയുള്ള കഷ്ടി. ചുമ്മാ ഒരു നേരം പോക്കിന് വേണ്ടി സിനിമ കാണാമെന്നുള്ള ഇതിലാണെങ്കിൽ പോയി കാണുക. പിന്നെ നിങ്ങൾ കണ്ടതാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ബൈ.